ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റേസ് ഏഗൺ. സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ +1 മാത്സിലെ വെയിറ്റേജിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്താൻ പോവാണ്. സോ നമുക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഓരോ ചാപ്റ്ററിൽ വരുന്ന വെയിറ്റേജിനെ കുറിച്ച് അറിഞ്ഞിരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2023-24 പബ്ലിക് ആൻഡ് മോഡൽ എക്സാമിൽ വന്ന ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ +1 മാത്സ് വെയിറ്റേജ് ആണ്. എവറി ചാപ്റ്റർ, ഒന്നാമത് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന വെയിറ്റേജ് മാർച്ച് 2023 മോഡൽ 2023 മോഡൽ ആയാലും മാർച്ച് ആയാലും 7 മാർക്സിനാണ് വെയിറ്റേജ് വന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, എല്ലാവർക്കും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് സെറ്റ്സ് എന്ന് പറയുന്നത്. അത് 2024 ആയപ്പോൾ മോഡലിലും മാർച്ചിലും വന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്ക്, 4 മാർക്കിലേക്ക് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കുറച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഈ അനാലിസിസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു വർഷത്തെ മോഡലിലും പബ്ലിക്കിലും സെയിം വെയിറ്റേജ് ആണ് വരുന്നത്. ഒരു വർഷമാണെങ്കിൽ അതിൽ വരുന്ന മോഡലിന്റെ അതേ വെയിറ്റേജ് തന്നെയാണ് പബ്ലിക് എക്സാമിനും വരുന്നതെന്ന് ഈ അനാലിസിസ് മുഖേന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സെക്കൻഡ് ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് +1 മാത്സിലെ. സോ അതിന് 2023 മാർച്ച് ആയാലും മോഡലായാലും 7 മാർക്സ് ആയിരുന്നു വെയിറ്റേജ്. എന്നാൽ 2024 ആയപ്പോൾ അതിന്റെ വെയിറ്റേജ് 7 മാർക്ക് എന്ന ഒരു മാറ്റമില്ല. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, അപ്പോൾ അതങ്ങനെ തന്നെ വെയിറ്റേജിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇനി അതേപോലെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. മൂന്നാമത് ചാപ്റ്റർ അടിപൊളി ചാപ്റ്റർ ആണല്ലേ. ആ ചാപ്റ്ററിൽ 2023 വരുന്ന വെയിറ്റേജ് മോഡലായാലും പബ്ലിക് ആയാലും 6 മാർക്സ് ആയിരുന്നു വെയിറ്റേജ്. എന്നാൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, 2024 ആയപ്പോൾ അതിൻ്റെ വെയിറ്റേജ് മോഡലിനും പബ്ലിക്കിനും വന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 9 മാർക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. 3 മാർക്ക് എക്സ്ട്രാ ഇവിടെ വന്നു അല്ലേ. സെറ്റ്സിൽ നിന്ന് 3 മാർക്ക് കുറച്ച് ഇവിടെ 3 മാർക്ക് കൊടുത്തു, 3 മാർക്ക് ആഡ് ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതേപോലെ ചില ചാപ്റ്റേഴ്സിൽ 2023 അതേപോലെ 2024 കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ എല്ലാ പേപ്പറിലും 2023 ആയാലും 2024 ആയാലും 4 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്, ഒരു മാറ്റം വരുന്നില്ല. പിന്നീട് വരുന്ന ചാപ്റ്റർ ആണ് ലീനിയർ ഇനീക്വാളിറ്റീസ്. 5ാമത് ചാപ്റ്റർ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിന് വരുന്ന വെയിറ്റേജിലും മാറ്റം വരുന്നില്ല. 2023 ആയാലും 2024 ആയാലും മോഡൽ ആയാലും പബ്ലിക് ആയാലും 3 മാർക്ക് തന്നെയാണ് വെയിറ്റേജ് വരുന്നത്. സോ 3 മാർക്സ്. പെർമുറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ഇതിലും 2024 ആൻഡ് 2023 മോഡൽ ആൻഡ് പബ്ലിക് സെയിം വെയിറ്റേജ് ആണ്, 7 മാർക്കാണ് വരുന്നത്. പിന്നീട് വരുന്ന ചാപ്റ്റർ ആണ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൽ ചേഞ്ച് കാണാൻ പറ്റും. ബൈനോമിയൽ തിയറം ആക്ച്വലി 2023 നമുക്ക് 4 മാർക്സിനായിരുന്നു എക്സാമിന് ചോദിച്ചിരുന്നത്. മോഡൽ ആയാലും പബ്ലിക് ആയാലും 4 മാർക്കായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2024 ആയപ്പോൾ മോഡലിനും പബ്ലിക്കിനും 3 മാർക്ക് അതിൻ്റെ വെയിറ്റേജ് കുറച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബൈനോമിയലിൽ നിന്നും 1 മാർക്ക് കുറയ്ക്കുന്നു. ഈ 1 മാർക്ക് നമ്മൾ കുറയ്ക്കുന്ന മാർക്കുകളൊക്കെ ചില ചാപ്റ്റേഴ്സിലേക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് കുറച്ചുകൂടി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിലേക്ക് ആഡ് ആവുന്നുണ്ടെന്നാണ് നമ്മൾ ഇത് മുഖേന മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സീക്വൻസ് ആൻഡ് സീരീസ്. ഇവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. സീക്വൻസ് സീരീസ് 2023 വന്ന മാർക്ക് മാർച്ചിനും മോഡലിനും സെയിം മാർക്ക് 4 മാർക്കായിരുന്നു. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് മാർച്ച് മോഡൽ 2024 ആയപ്പോൾ വന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 6 മാർക്സിലേക്ക് ഇതിൻ്റെ മാർക്ക് മാറിയിട്ടുണ്ട്. അതായത് 2 മാർക്ക് ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സീക്വൻസ് സീരീസ് കുറച്ചാണ് പഠിക്കാനുള്ളതെങ്കിലും കുറച്ച് കൺസെപ്റ്റ് വൈസും അതേപോലെ തന്നെ ട്വിസ്റ്റിംഗ് ആയിട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമാണ് നമ്മൾ അതിൽ പഠിക്കുന്നത് തന്നെ, പക്ഷേ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ 6 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസ് എന്നാണ് 2024 വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന ചാപ്റ്റർ ആണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. സ്ട്രെയിറ്റ് ലൈൻസിൽ 2023 6 മാർക്സ് ആണ് വെയിറ്റേജ്, മോഡലായാലും പബ്ലിക് ആയാലും. പക്ഷേ 2024 വന്നപ്പോൾ അതിൻ്റെ വെയിറ്റേജ് മോഡലിനും പബ്ലിക്കിനും 7 മാർക്കായി മാറിയിട്ടുണ്ട് വെയിറ്റേജ് വരുന്നത്. പിന്നെ വരുന്ന ചാപ്റ്റർ കോണിക് സെക്ഷൻസ്. കോണിക് സെക്ഷൻ 4 പേപ്പറിലും 2 വർഷവും ആ 4 പേപ്പറിലും എന്താണ് 7 മാർക്സ് ആണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്, അതിൽ മാറ്റമില്ല. പിന്നെ വരുന്നു ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൽ 2023 3 മാർക്കായിരുന്നു വെയിറ്റേജ്. എന്നാൽ 2024 വന്നപ്പോൾ അതിൻ്റെ വെയിറ്റേജ് എന്തായിട്ട് മാറി, മോഡലിനും പബ്ലിക്കിനും 4 മാർക്കാണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. എല്ലാവർക്കും അറിയാം
ഏറ്റവും പാടായിട്ട് പല മക്കളും വിശ്വസിക്കുന്ന ചാപ്റ്റർ കൂടിയാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആയിരിക്കും ലിമിറ്റ്സ്. കൃത്യമായിട്ട് പഠിക്കുക മാത്രം ചെയ്താൽ മതി. അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഐഡിയ കൺസെപ്റ്റ് വൈസ് സെറ്റ് ആയി കഴിഞ്ഞാൽ ലിമിറ്റ്സിൽ ഫുൾ മാർക്ക് വാങ്ങാം. ലിമിറ്റ്സിൽ എല്ലാ പേപ്പറിലും, അതായത് 2023 ആയാലും 2024 ആയാലും 9 മാർക്സ് ആണ് വെയിറ്റേജ് വരുന്നത്, മാറ്റം വരുന്നില്ല വെയിറ്റേജിൽ. പിന്നെ വരുന്ന ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സും 2023 2024 മോഡലിൽ നിന്ന് വരുന്ന മോഡലായാലും പബ്ലിക് ആയാലും 6 മാർക്സ് ആണ് വെയിറ്റേജ്, അതിലും മാറ്റം വരുന്നില്ല. ലാസ്റ്റ് ചാപ്റ്റർ ആണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. പ്രോബബിലിറ്റിയിൽ 2023 മാർച്ചിലും അതേപോലെ മോഡലിലും 7 മാർക്സിനായിരുന്നു ചോദ്യങ്ങൾ വന്നിരുന്നത്. എന്നാൽ 2024 ആയപ്പോൾ അത് 4 മാർക്കാക്കി കുറച്ചു. അതിൻ്റെ 3 മാർക്ക് കുറച്ചു, 4 മാർക്കിലേക്ക് വെയിറ്റേജ് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അനാലിസിസ് മുഖേന ഒരു ഐഡിയ, ഏകദേശം ഒരു പിക്ചർ കിട്ടി ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന വെയിറ്റേജ് ഏതാ എന്നുള്ളത്. ഇങ്ങനെയായിരിക്കും വെയിറ്റേജ് വരിക എന്ന് നമുക്ക് പറയാനും പറ്റും. പക്ഷേ എക്സാക്റ്റ് വെയിറ്റേജ് നമുക്ക് പറയുന്നതിൽ ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023ലും 2024ഉം അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാമിൻ്റെ സെയിം വെയിറ്റേജ് തന്നെയാണ് പബ്ലിക് എക്സാമിനും വന്നത്. പക്ഷേ 2023 2024 പബ്ലിക് എക്സാം പേപ്പർ മാത്രം നോക്കുകയാണെങ്കിൽ ചില ചാപ്റ്റേഴ്സിൽ വെയിറ്റേജ് കൂടുതലാണ്, ചിലത് കുറവാണ്. അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് മോഡൽ എക്സാമിൻ്റെ സെയിം വെയിറ്റേജ് തന്നെയായിരിക്കും പബ്ലിക് എക്സാമിന് ഫോളോ ചെയ്യാൻ ചാൻസ് ഉള്ളത്. എന്നാലും നിങ്ങൾ ആദ്യം മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യണ്ടേ. സോ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഈ 2024 വന്ന വെയിറ്റേജ്, ഈ 14 ചാപ്റ്റേഴ്സിനും 2024 വന്ന വെയിറ്റേജ് ഫോളോ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കാരണം 2024 വെയിറ്റേജ് തന്നെയായിരിക്കും 2025 വരാൻ ചാൻസ് ഉള്ളത്. പക്ഷേ കംപ്ലീറ്റ്ലി നമുക്ക് 100% ഉറപ്പിക്കണമെങ്കിൽ അത് മോഡൽ എക്സാമും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ചാപ്റ്ററിലും വരുന്ന വെയിറ്റേജ് ഇങ്ങനെയായിരിക്കും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ആണ് ആക്ച്വലി കൂട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആയിരുന്നു സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അത് 7 മാർക്സ് ഉള്ളത് 4 മാർക്കാക്കി മാറ്റിയിട്ട് 3 മാർക്ക് ട്രിഗ്നോമെട്രി, എല്ലാവർക്കും ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ട്രിഗ്നോമെട്രി. അതിൽ 6 മാർക്സ് 9 മാർക്കാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്ക് കുറച്ച ചാപ്റ്റർ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് പറയാൻ പറ്റും. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്, അല്ലാതെ അത്ര സിമ്പിൾ ചാപ്റ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് മാർക്ക് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് ഈ അനാലിസിസ് മുഖേന മനസ്സിലാവും. സോ ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു ഐഡിയ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വെയിറ്റേജിനെ കുറിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 2024 വരുന്ന ആ പാറ്റേണിൽ, ആ വെയിറ്റേജിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ, കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാനിൻ്റെ വീഡിയോ +1 ചാനൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് തന്നെ അല്ലെങ്കിൽ A+ തന്നെ നിങ്ങൾ ഡിസയർ ചെയ്യുന്ന മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. സോ അടിപൊളിയായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കുക, നല്ല സ്കോർ വാങ്ങുക. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരെ ബൈ.